പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറായ ഹിസ്റ്ററിയുടെ ന്യൂ സിലബസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ ഇനി മുതൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ഡേറ്റ് ചെയ്ത പുതിയ സിലബസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അനുസരിച്ചായിരിക്കണം പബ്ലിക് എക്സാമിന് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഗൈഡുകൾ പഴയത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും അതിൽ ഒരുപാട് ചാപ്റ്റർ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മൊത്തം സിലബസ് മൊത്തം ചാപ്റ്ററിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി. എക്സാമിന് 40% അസൈൻമെന്റ് ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകളും മാറിയിട്ടുണ്ട്. നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പർ എടുക്കുകയാണെങ്കിൽ മൊത്തം 32 ചാപ്റ്ററാണ്, 32 ലെസൺ ആണ് മൊത്തം ഉള്ളത്. അതിൽ TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റിന് വരുന്നത് ഈ 32-ൽ 40%, ഏകദേശം 12 ലെസൺ അസൈൻമെന്റ് ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് അസൈൻമെന്റ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് 60%, 32-ന്റെ 60%, ഏകദേശം 20 ലെസണോളം നമ്മൾ എക്സാമിന് പഠിച്ചാൽ മതി. ഓക്കെ, ആ എക്സാമിന് പഠിക്കേണ്ട ലെസൺ നമ്മൾ ബോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഗൈഡ് മറിച്ച് നോക്കുമ്പോൾ അല്ല ഈ ചാപ്റ്ററിന്റെ പേര് കാണും, അതിൽ ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ, ലെസൺ 3, ലെസൺ 4, ലെസൺ 6, 7, 9, 10, 12, 40, 60, 80, 90, 20, 21, 23, 24, 25, 28. പിന്നെ നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്ററാണ് എക്സാമിന് ലെസൺ 30A, 32A, 29B, 30B, 31A, 31B. ഇത്രയും 20 ലെസൺ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ടൈം വരുന്നത് 3 അവറാണ്. 3 മണിക്കൂറിന്റെ എക്സാം ആണ്. എപ്പോഴും എക്സാം ഉച്ചക്കായിരിക്കും. എക്സാം നടക്കുന്ന പ്രധാനപ്പെട്ട മാസങ്ങൾ ഒന്ന് ഏപ്രിൽ മാസവും പിന്നെ ഒക്ടോബറുമാണ്. അതിന്റെ ഇടയിൽ പിന്നെ ഓൺ ഡിമാൻഡ് ആയിട്ട് പല മാസങ്ങളും നടക്കുന്നുണ്ട്. 2:30 മണി മുതൽ 5:30 മണി വരെയാണ്, 3 മണിക്കൂറാണ്. ഇതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് കോൾ ഓഫ് ടൈം തരും, സ്കൂൾ SSLC ഒക്കെ നൽകുന്നത് വരെ. പിന്നെ നമുക്ക് തിയറി പരീക്ഷ 80 മാർക്കാണ്. അതിന്റെ 33%, ഏകദേശം 26 മാർക്കാണ് നിങ്ങൾ എഴുതി പാസ്സാക്കേണ്ട മാർക്ക്. പിന്നെ 20 മാർക്ക് അസൈൻമെന്റ് ആണ്. അങ്ങനെ 80+20 100-ലാണ് ഔട്ട് ഓഫ് മാർക്ക് സർട്ടിഫിക്കറ്റ് വരിക. ഇനി ഒരു വിദ്യാർത്ഥി 20 മാർക്കിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ ആ വിദ്യാർത്ഥിയുടെ തിയറി എക്സാം 80-ന് പകരം എത്രയാവും? 100 അപ്പൊ ആ വിദ്യാർത്ഥി എഴുതി വാങ്ങേണ്ടത് 26 അല്ല, +7 കൂടി എക്സ്ട്രാ വാങ്ങണം, 33 വാങ്ങണം. അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 26, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 33 തന്നെ എഴുതി വാങ്ങണം. എഴുത്ത് പരീക്ഷയുടെ പാസ് മാർക്കിൽ അസൈൻമെന്റ് മാർക്ക് ഉൾപ്പെടുത്തൂല എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകൾ മാറിയിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് അതിന്റെ ചോയ്സുകൾ ഉണ്ടാവും. ആ 20 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, 1 വേർഡ് ആൻസർ ഉണ്ടാവും, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസിൽ, ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിന്റെ ഇടയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ 2 മാർക്ക് 3 മാർക്ക് മാക്സിമം പോയി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഗൈഡിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കും. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഹിസ്റ്ററി മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെയും ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ഒരു ഗൾഫിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് അവിടെ വെച്ചിട്ട് അഡ്മിഷൻ എടുക്കാം. എക്സാമിന് ലീവിന് വരുന്ന സമയത്ത് നാട്ടിൽ വന്ന് എഴുതാം. ഇത് നമുക്ക് 1 വർഷം കൊണ്ടുള്ളതുണ്ട്, 6 മാസങ്ങളുണ്ട്, 3 മാസമുണ്ട്, 1 മാസമുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലൊന്നും നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് വരാൻ പറ്റാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്ക് എക്സാം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാം എന്നുള്ള 5 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ മലയാളത്തിലുള്ള ഗൈഡ് ഫ്രീ ആയി നൽകുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നൽകുന്നുണ്ട്, അസൈൻമെന്റ് ഫ്രീ ആയി നൽകുന്നുണ്ട്, പ്രാക്ടിക്കൽ റെക്കോർഡ് ഫ്രീ ആയി നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ
ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് 9037114679. ഓക്കെ, താങ്ക് യു.